Hey guys, welcome back to my channel. സോ ഈ കഴിഞ്ഞ ഓണത്തിന് ഞാനും ഫിദയും കൂടെ രാവിലെ ARM മൂവി കാണാൻ പോയതിൻ്റെയും അത് കഴിഞ്ഞ് അതിനെ മാർക്കറ്റിൽ പോയിട്ട് സദ്യ കഴിച്ചതിൻ്റെയും എല്ലാത്തിൻ്റെയും വീഡിയോ ഞാൻ ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ അത് കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് ശേഷം ഞങ്ങൾ ദില്ലി ഹാത്ത് പോയിട്ടുണ്ടായിരുന്നു. കാരണം ദില്ലി ഹാത്തിൽ തിരുവോണത്തിൻ്റെ അന്ന് ലാസ്റ്റ് ഡേ ഓഫ് എക്സിബിഷൻ ആയിരുന്നു. സോ ഞങ്ങൾ വിചാരിച്ചു ദില്ലി ഹാത്ത് പോയിട്ട് അവിടുത്തെ എക്സിബിഷനൊക്കെ ഒന്ന് കാണാമെന്ന് വിചാരിച്ചിട്ട് അവിടെ പോയിട്ടുണ്ടായിരുന്നു. അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചേ ഇതൊരു ഷോർട്സ് ആയിട്ട് എടുക്കാനുള്ള അത്രയല്ല ഉള്ളൂ ഈ എക്സിബിഷൻ, അതിൽ കൂടുതലുണ്ട്. സോ ഇറ്റ് വിൽ ബി നൈസ്. ഞാനൊരു ഫുൾ ലോങ് വീഡിയോ ആയിട്ട് ദില്ലി ഹാത്തിൻ്റെ ഫുൾ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ഗുഡ് എന്ന് വിചാരിച്ചിട്ട് ഞാൻ അതിൻ്റെ ഫുൾ ലെങ്തി വീഡിയോ ആണ് എടുത്തത്. സോ അതിന് ഞാനൊരു ഇൻട്രോ ആക്ച്വലി ഞാൻ കൊടുത്തിട്ടില്ലായിരുന്നു. സോ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു ഇൻട്രോ എടുത്തിട്ട് ഞാൻ ആ വീഡിയോയിലോട്ട് കിടക്കാമെന്ന് വിചാരിച്ചു. സോ ഗൈസ്, ഞാൻ അവിടുത്തെ കുറച്ച് കാര്യങ്ങൾ എൻ്റെ വീഡിയോയിൽ ഷൂട്ട് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാൻ പോകും. നല്ലൊരു സദ്യയൊക്കെ കഴിച്ച് കുറച്ച് നേരം എന്നെ മാർക്കറ്റിലൊക്കെ നടന്ന് നല്ലൊരു സ്വീറ്റ്സൊക്കെ കഴിച്ച് പിന്നെ ഞങ്ങൾ അങ്ങനെ ദില്ലി ഹാത്തിലേക്ക് വന്നു. ടിക്കറ്റ് എന്ന് പറയുന്നത് 30 റുപ്പീസായിരുന്നു അഡൾട്ടിന്. ചിൽഡ്രൻസ് ആകുമ്പോൾ 20 റുപ്പീസേ വേണ്ടൂ. സോ ഞാൻ വിചാരിച്ചു ഇവിടുന്ന് വലിയ ലോങ് വീഡിയോ എടുക്കാമെന്നൊക്കെ വിചാരിച്ച് കയറിയപ്പോൾ എന്നോട് സെക്യൂരിറ്റി പറഞ്ഞു വീഡിയോ എടുക്കരുതെന്ന്. പിന്നെ മനസ്സിലായി അവിടെ ആ ചെക്കിൻ ഭാഗത്ത് മാത്രമാണ് പ്രശ്നമുള്ളൂ എന്ന്. ഒരുപാട് ജ്വല്ലറീസ് ഒക്കെ ഉണ്ടായിരുന്നു. കയറിക്കഴിഞ്ഞപ്പോൾ എന്തെങ്കിലുമൊക്കെ വാങ്ങാണ്ട് ഇറങ്ങാൻ ഒട്ടും മനസ്സ് വരുന്നില്ലായിരുന്നു. പക്ഷേ ഇത് ലാസ്റ്റ് ഡേ ആയതുകൊണ്ട് ഞങ്ങൾക്ക് നോക്കുമ്പോൾ എല്ലാത്തിനും ഇരട്ടി വിലയായിരുന്നു. ഇപ്പോൾ ഈ കാണുന്ന ലൈറ്റ്സൊക്കെ ഞങ്ങൾ ചോദിച്ചപ്പോൾ അവർ പറയാണ് ഇത്രയും ദിവസം അതിന് 500 രൂപയാണെന്നുണ്ടായിരുന്നത്. സോ ലാസ്റ്റ് ഡേ ആയതുകൊണ്ട് അവരെല്ലാത്തിനും പ്രൈസ് ഹൈ ആക്കിയിട്ടുണ്ട്. സോ ആ ലൈറ്റിന് മാത്രം അവർ 1000 റുപ്പീസായിരുന്നു അന്ന് എടുത്തിരുന്നത്. ഒരുപാട് സാധനങ്ങളായിരുന്നു. ഇപ്പോൾ കലങ്കാരി ടോപ്സ്, ചിക്കൻ കാരി കുർത്താസ് എല്ലാം ഉണ്ടായിരുന്നു. കുറേ ഞാനും ഫിദയും കൂടെ കുറേ നേരം അതിൻ്റെ ഉള്ളിൽ മാത്രം നമ്മളൊരു ഉച്ച തൊട്ട് വൈകുന്നേരം വരെ നമ്മൾ ഫുൾ ചിലവഴിച്ചിട്ടുണ്ടായിരുന്നു. പ്ലാൻ ഇടുമ്പോൾ ദില്ലി ഹാത്ത് വരാമെന്നൊരു പ്ലാൻ ഉണ്ടായിരുന്നില്ല സത്യം പറഞ്ഞാൽ. പിന്നെ എണ്ണ മാർക്കറ്റ് വന്ന് കഴിഞ്ഞിട്ടാണ് ഫിദ പറയുന്നത് അടുത്ത് ദില്ലി ഹാത്ത് ഉണ്ട്, നമുക്ക് അവിടെ പോവാം. എനിക്ക് ഈ കമ്മലുകളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. സോ അവിടെ പോയിട്ട് അവിടെ നല്ല നല്ല കളക്ഷൻസ് ഉണ്ട്, സോ നമുക്ക് അവിടെ പോവാമെന്നൊക്കെ പറഞ്ഞ് അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴാണ് അവിടുത്തെ ബോർഡുകളൊക്കെ നമ്മൾ വായിച്ച് കണ്ടു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ആക്ച്വലി ഇന്നാണ് ലാസ്റ്റ് ഡേറ്റ്. പിന്നെ അവിടെ പോയി കയറിയിട്ട് സാധനങ്ങൾ വാങ്ങാൻ നോക്കുമ്പോൾ എല്ലാത്തിനും ഭയങ്കര റേറ്റ്. ഇപ്പോൾ നേരത്തെ കാണിച്ചൊക്കെ ഒറിജിനൽ പഷ്മീന എന്ന് അവർ പറയുന്നത്, അതിനൊക്കെ ചോദിക്കുമ്പോൾ നല്ല നല്ല റേറ്റ് ഉണ്ട് എല്ലാത്തിനും. ഇപ്പോൾ ഞാൻ ആ ലൈറ്റിൻ്റെ കാര്യം പറഞ്ഞില്ലേ, സോ എല്ലാത്തിനും ഭയങ്കര റേറ്റ് ഉണ്ട്. 2-ാം തീയതി തുടങ്ങിയ പരിപാടിയാണിത്. ഏതോ ഒരു കോളേജിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു എക്സിബിഷനാണ്. അത് കഴിഞ്ഞ് അവിടെ നോക്കിയപ്പോൾ ഒരു ആൾക്കാരെല്ലാവരും കൂടി ഇങ്ങനെ എന്തോ ഫോട്ടോ നോക്കുന്നുണ്ട്. പിന്നെ മനസ്സിലായി എന്തോ ഓൾഡ് ഫിലിം കാണിക്കുന്നതാണെന്ന് മനസ്സിലായി. പിന്നെ ഒരുപാട് മലയാളീസ് ഉണ്ടായിരുന്നു. കാരണം ഇന്ന് ഓണം ആയതുകൊണ്ട് തന്നെ അയണ്ണയിൽ വന്ന ഒരുവിധം എല്ലാ മലയാളീസും ഇവിടെയും വിസിറ്റ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. പിന്നെ കുറേ സ്റ്റാളുകൾ മലയാളീസിൻ്റെ സ്റ്റാളുകൾ കണ്ടു. കാസർഗോഡൊക്കെയുള്ള ഏതൊക്കെയോ ആൾക്കാരുടെ സ്റ്റാളുകൾ കണ്ടു. പിന്നെ നമുക്കിവിടെ കയറിക്കഴിഞ്ഞാൽ ഇല്ലാത്തൊന്നുമില്ല. നമുക്കൊരു 1 ഡേ ഫുൾ സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. ഫുഡാണെങ്കിൽ ഒരു സൈഡ് മൊത്തം നമുക്ക് അങ്ങോട്ട് പോകുമ്പോൾ ഫുള്ള് ഫുഡ് മാത്രമാണ്. പിന്നെ എല്ലാം നമുക്ക് ഡ്രസ്സാണെങ്കിലും കമ്മലുകളാണെങ്കിലും ലൈറ്റ്സ്, ഡയറികൾ, പിന്നെ നമുക്ക് ഡെക്കറേഷൻ വയ്ക്കാൻ പറ്റുന്ന ഐറ്റംസ്, ചെടികൾ, ഒരുപാട് ഫ്ലവർ പോട്ട്സ്, അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ടായിരുന്നു. പിന്നെ മാത്രമല്ല അന്നൊരു ഹോളിഡേ ആയിരുന്നല്ലോ, സോ അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ജനത്തിരക്കുണ്ടായിരുന്നു. ആൾക്കാർ നിറച്ചുണ്ടായിരുന്നു. നിഫ്റ്റ് കോളേജ്, അതായത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ടെക്നോളജി, അവർ ഓർഗനൈസ് ചെയ്യുന്ന ഒരു എക്സിബിഷനായിരുന്നു ഇത്. ഒരുപാട് ഹാൻഡ്ലൂംസ് ഒരുപാടുണ്ടായിരുന്നു. പിന്നെ ഒറിജിനൽ സിൽവർ ജ്വല്ലറീസ് എല്ലാം ഉണ്ടായിരുന്നു. പിന്നെ എല്ലാം ഒരുവിധം നമ്മൾ ഇങ്ങനത്തെ ഹാൻഡ്ലൂം ആയിട്ടുള്ള ഡ്രസ്സുകളായിരുന്നു. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ടായിരുന്നു. പിന്നെ അങ്ങനെ നടന്ന് കുറച്ച് അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോൾ ആരും ഇല്ലാത്തൊരു സ്ഥലങ്ങൾ കണ്ടു. അതായത് ഭയങ്കര കാമായിട്ട് അത്രയും തിരക്കുന്ന പെട്ടെന്ന് ഇവിടെ വന്നപ്പോൾ നല്ല കുറച്ച് നേരം ഞങ്ങൾ അവിടെ ഇരിക്കുകയൊക്കെ ചെയ്തു. നല്ലൊരു പ്ലേസ് ആയിരുന്നു അത്. ഭയങ്കര കാമായിട്ടൊരു പ്ലേസാണ്. നല്ല സുഖമായിട്ടിരിക്കാൻ. അത് വ്ളോഗ് എടുക്കണം എന്ന് ഒട്ടും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. സോ പെട്ടെന്നായിരുന്നു തീരുമാനം. അതുകൊണ്ട് തന്നെ മോർണിംഗൊന്നും കാണിക്കാൻ പറ്റിയിട്ടില്ല. ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന എൻ്റെ ഒരു ആത്മകഥയായിരുന്നു. കാരണം അതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞപ്പോൾ എനിക്ക് ശരിക്കും തോന്നി ഞാൻ മോർണിംഗ് എന്തുകൊണ്ടാണ് വീഡിയോ എടുക്കാഞ്ഞേ. കാരണം
അത്രയ്ക്ക് വീഡിയോ എടുക്കാനുള്ളതുണ്ടായിരുന്നു അന്ന് ഫുൾ ഡേ. ഞാൻ വെറുതെ ഷോർട്സ് എടുത്ത് കളഞ്ഞു. പിന്നെ ഈ കാണിക്കുന്ന ആമ ഞങ്ങളിങ്ങനെ പറയുമായിരുന്നു, അതായത് ഈ ഞങ്ങൾ കണ്ട ARM മൂവിയിൽ അതിൻ്റെ കുറച്ചൊരു സംഭവമുണ്ട്. സോ എന്തോ ഒരു ടെലിപ്പതി പോലെ എന്തോ സംഭവമാണ്. കാരണം ആമയുടെ എപ്പോഴും ഞങ്ങൾ പിന്നെ കാണുന്ന കുറേ കാര്യങ്ങൾ ആമയുടെയാണ്. സോ ഞങ്ങളിങ്ങനെ അതൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുമായിരുന്നു. ഒരുപാട് സ്വീറ്റ്സൊക്കെ ഉണ്ടായിരുന്നു, കേരള സ്വീറ്റ്സൊക്കെ ഒരുപാടുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ കുറച്ച് വാങ്ങി. പിന്നെ അങ്ങനെ അവിടുന്ന് ഇറങ്ങാനൊക്കെ ഉള്ള ഇത് വേണ്ടിയിട്ട് ഞങ്ങൾ തിരിച്ചങ്ങനെ വന്ന റൂട്ടിൽ തന്നെ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഗൈസ് ഇവിടുന്ന് മലയാളം കേൾക്കുന്നത്. ഈ ഫുൾ മാർക്കറ്റിലും കൂടെ അനൗൺസ് ചെയ്യാണ് ഒരു ചേച്ചി മലയാളത്തിൽ. നമ്മളിവിടെയൊക്കെ എത്തിയിട്ട് മലയാളം കേൾക്കുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമാണ്. പിന്നെ ഞങ്ങൾ അങ്ങനെ അവിടുന്ന് തിരിച്ചു വരുന്ന വഴിക്കാണ് ഇത് ഇങ്ങനൊരു സംഭവം കണ്ടുപെട്ടത്. ഫുൾ പാത്രങ്ങളും സ്പൂണും ഒക്കെ യൂസ് ചെയ്തിട്ടാണ് ഇത് ഉണ്ടാക്കിയേക്കുന്നത്. നല്ല അടിപൊളി സംഭവമായിരുന്നു. പിന്നെ ഞങ്ങളങ്ങനെ അവിടുന്ന് ഇറങ്ങിയപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും കുറേ കമ്മലൊക്കെ വാങ്ങാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഉള്ളിലാണെങ്കിൽ ഒടുക്കത്തെ റേറ്റ് വരുന്നു. സോ പിന്നെ ഒന്നും നോക്കിയില്ല, പുറത്തിറങ്ങിയിട്ട് പുറത്ത് ഒരുപാട് സാധനങ്ങൾ ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. ഈ ചേച്ചിയാണെങ്കിൽ കുറേ ഞങ്ങൾ ബാർഗെയിൻ ചെയ്തങ്ങ് മുടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പിന്നെ ഈ ഒരു കമ്മലെടുത്തു, പിന്നെ കുറച്ച് വലിയൊരു ജുംക്ക, ഇത് രണ്ടും ഞാൻ വാങ്ങുകയും ചെയ്തു. ബുക്സിനും ഒക്കെ നല്ല റേറ്റ് കമ്മിയായിരുന്നു. പിന്നെ ഞങ്ങളങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി 2 മെട്രോ കയറാനുണ്ടായിരുന്നു. ആദ്യത്തെ മെട്രോയിൽ നിൽക്കേണ്ടി വന്നു കുറേ നേരം. രണ്ടാമത്തെ മെട്രോ ആയപ്പോൾ പിന്നെ ഞങ്ങൾ വുമൻസിൻ്റെ സീറ്റിൻ്റെ അവിടേക്ക് പോയി. സോ അവിടെ അത്ര വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഈവനിങ് ഒക്കെ ആയപ്പോൾ ഞങ്ങൾ വീട്ടിലെത്തി. അങ്ങനെ രാവിലെ ഇറങ്ങിയതായിരുന്നു. രാവിലെ 10 മണിക്ക് ഇറങ്ങി ARM മൂവി കണ്ടിരുന്നു. അതുകഴിഞ്ഞിട്ട് INA മാർക്കറ്റിൽ പോയി, അവിടുന്ന് ദില്ലി ഹാത്തൊക്കെ പോയി മെട്രോ ഒക്കെ എടുത്ത് തിരിച്ച് ഒരു 6:30, 7 ആയപ്പോഴേക്കൂടെ ഞങ്ങൾ റൂമിലെത്തി. ഇത്രയേ ഉള്ളൂ ഒരു കുട്ടി ദില്ലി ഹാത്തിൻ്റെ കുറച്ച് വീഡിയോസ്, ഞാൻ എടുത്ത വീഡിയോസ് മാത്രം. സോ ഗൈസ്, എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.